ഹായ് ഡിയേഴ്സ്, ഇത് 1.5 kg വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു. ഇത് നമ്മൾ 1.5 കിലോയുടെ ബാറ്റർ എടുത്ത് 6 ഇഞ്ചിൻ്റെ മോൾഡിൽ 2 മോൾഡിലായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമ്മൾ ബാറ്റർ കൂടുതലുള്ളപ്പം മോൾഡിൻ്റെ അളവ് കുറച്ച് കഴിയുമ്പം എപ്പോഴും 2 മോൾഡിലായിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ നല്ലത്. കാരണം അതാകുമ്പോൾ സ്പഞ്ചിൻ്റെ ആ ഒരു മെഷർമെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ ടെക്സ്ചറൊക്കെ കറക്റ്റായിട്ട് കിട്ടും, ബേക്കിങ്ങും എളുപ്പത്തിൽ കിട്ടുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരേ അളവിലുള്ള 2 മോൾഡുകളോ അല്ലെങ്കിൽ 3 മോൾഡുകളോ ഒരേ അളവിലെടുത്ത് ബേക്ക് ചെയ്യുമ്പോഴാണ്. അങ്ങനെ നമ്മൾ ബേക്ക് ചെയ്ത് ചൂടാറി ലെയർ കട്ട് ചെയ്തതിന് ശേഷം ഫ്രോസ്റ്റ് ചെയ്ത് ഫസ്റ്റ് കോട്ടിങ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ അവരൊരു തീം തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ടെഡി ബിയറും 2 പിന്നെ ഒരു റെയിൻബോ പോലെ സെറ്റ് ചെയ്യാനും പിന്നെ ഫോക്സ് പോളിൻ്റെ ഒരു സൈഡിലേക്ക് ബലൂൺ പോലെ സെറ്റ് ചെയ്യാനും അതിനകത്തുണ്ടായിരുന്നു. അതുപോലെ ഇത് ടെഡി ബിയർ ചെയ്തെടുക്കുന്നതിൻ്റെ പണിയിലാണ്. ഫോണ്ടൻറ്റിനകത്ത് മാജിക്കിൻ്റെ ചോക്ലേറ്റ് ബ്രൗൺ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ കളർ ചെയ്തെടുത്തത്. വൈറ്റ് ഫോണ്ടൻറ്റിനകത്തേക്ക് ആ കളർ ആഡ് ചെയ്താണ് മിക്സ് ചെയ്ത് ഈ ഫോണ്ടൻ്റാക്കി ഈ കളറാക്കി എടുത്തത്. ഇത് നമ്മൾ കാണുന്നത്ര ഈസി അല്ല കേട്ടോ. ഇവിടെ 3 മിനിറ്റ് 1 മിനിറ്റിലൊക്കെ തീരുന്നത്ര ഈസി അല്ല ഓരോ ചെയ്തെടുക്കൽ. കാരണം ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് 2 വയസ്സായ ചെറിയൊരാളുണ്ട്. ആളിപ്പം ഈ കാർട്ടൂൺ കഥാപാത്രങ്ങളും അതുപോലെ തന്നെ ഈ മാഷ ആൻഡ് ബിയർ, കൊക്കോമെലൺ അങ്ങനെയുള്ള തീമുകളൊക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ കൂടുതലും അവൾ ഉറങ്ങുന്ന സമയത്ത് സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ പുള്ളിക്കാരി ഉടക്കുണ്ടാക്കും കേട്ടോ. കാരണം അതൊക്കെ അവൾക്ക് അറിയില്ലല്ലോ, അത് കേക്കാണ്, കേക്കിൽ വെക്കാനുള്ളതാണെന്ന് അറിയില്ലല്ലോ ആൾക്ക്. അങ്ങനെ 2 ടെഡി ബിയറും അവൾ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു 1.5 മണിക്കൂർ എടുത്ത് സെറ്റ് ചെയ്തിട്ടുള്ള റെയിൻബോയും ടെഡി ബിയറുകളാണ്. ഒരു ടെഡി ബിയർ മുകളിലേക്ക് ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നതും ഒരു ടെഡി ബിയർ മുകളിൽ ടോപ്പറായിട്ട് വെക്കുന്നതായിരുന്നു. പിന്നെ ആ സെയിം കളറിൻ്റെ ലൈറ്റും ഡാർക്കും ഷെയ്ഡ് ഉപയോഗിച്ച് ഒരു റെയിൻബോ പോലെ സെറ്റ് ചെയ്യുന്നതായിരുന്നു. ഇത് അതിൻ്റെ ഫൈനൽ കോട്ടിങ് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് പോലത്തെ ഒരു ലൈറ്റ് ബ്രൗണിഷ് യെല്ലോ ഷെയ്ഡായിരുന്നു. അതിനെ ഫൈനൽ കോട്ട് ചെയ്ത് അതിനകത്തേക്ക് ഞാൻ ആ റെയിൻബോ ആദ്യം സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തു. അതിന് ശേഷം നമ്മുടെ ഫോക്സ് ബോൾ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. മുകളിൽ ടോപ്പിങ്ങായിട്ട് ആ നേരെ നിൽക്കുന്ന ടെഡി ബിയർ മുകളിൽ ടോപ്പിങ്ങായിട്ടായിരുന്നു വെച്ച് കൊടുക്കേണ്ടത്. ഇതൊക്കെ ടെഡി ബിയർ. പിന്നെ 2 വയസ്സിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതുപോലെ തന്നെ 2 വയസ്സിൻ്റെ ടോപ്പറും വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോപ്പറും വെച്ച് ടെഡി ബിയറിന് മുകളിൽ സെറ്റ് ചെയ്ത് സൈഡിലേക്ക് ഫോക്സ് ബോൾ വെച്ച് സെറ്റ് ചെയ്തു. താഴെ മുകളിലേക്ക് നോക്കി നിൽക്കുന്ന പോലത്തെ ടെഡി ബിയറിന് താഴെയും വെച്ചു. ഇങ്ങനെയായിരുന്നു അതിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ബർത്ത്ഡേ ബോയുടെ പേരും എഴുതി വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുകയും വേണം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. താങ്ക്